നമസ്കാരം. അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ 2025 വിദ്യാർത്ഥികൾക്ക് അന്തിമ നിമിഷത്തിൽ അനുകൂലമായുള്ള വിജയം അഥവാ വിജയ ശതമാനം വർദ്ധിക്കുന്നതിന്റെ വെളിച്ചത്തിൽ ഉദ്ദേശിച്ച വിഷയത്തിൽ പ്രവേശനം ലഭിക്കും. എന്നാൽ തൃപ്തിയായിട്ടുള്ള വിദ്യാലയത്തിൽ ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ കുറവായിരിക്കും. പരീക്ഷാ നിരീക്ഷണങ്ങളിൽ വിജയം കൈവരിക്കുന്നത് വഴി ജന അംഗീകാരം ലഭിക്കും. പദ്ധതി സമർപ്പണത്തിൽ ലക്ഷ്യപ്രാപ്തി നേടുവാനിടയുണ്ട്. നിലവിലുള്ള ജോലി ഉപേക്ഷിച്ച് ലാഭശതമാന വ്യവസ്ഥകളോട് ബന്ധപ്പെട്ട് പൂർണ്ണമായും പ്രവർത്തിക്കുന്ന തരത്തിലുള്ള കർമ്മമണ്ഡലങ്ങൾക്ക് രൂപീകരിക്കുവാനോ അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രയത്നിക്കാനോ അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. ദീർഘവീക്ഷണത്തോടു കൂടിയതായുള്ള പദ്ധതികൾക്ക് അനുകൂലമായിട്ടുള്ള അവസരങ്ങൾ വന്നു ചേരും. അഹോരാത്രം പ്രവർത്തിക്കുന്നതിന്റെ വെളിച്ചത്തിൽ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെ ഒരു പരിധിവരെ അതിജീവിക്കാൻ സാധിക്കും. പലപ്പോഴും ചില മാസങ്ങളിൽ ഒടുവിൽ കടം വാങ്ങേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടാകുമെങ്കിൽ പോലും അന്തിമമായിട്ട് ഈ വർഷത്തിന്റെ ഒടുവിൽ അതെല്ലാം കടങ്ങളെല്ലാം കൊടുത്തു തീർക്കുവാനുള്ള അവസരം പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. കഫ നീർദോഷ രോഗപീഠകളാൽ അസ്വാസ്ഥ്യം അനുഭവപ്പെടും. മറ്റു ചിലർക്ക് വീഴ്ചകളും നാഡീക്ഷതവും ഉണ്ടാകുവാനിടയുള്ളത് കൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ദമ്പതികൾക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് ജോലി രാജിവെച്ചാൽ മാത്രമേ ഒരുമിച്ച് താമസിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവുകയുള്ളൂ. എന്നാൽ മറ്റു ചില ദമ്പതികൾക്ക് അകാരണമായിട്ടുള്ള കലഹങ്ങളെ കൊണ്ട് മാറി താമസിക്കേണ്ടതായ സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് ഈ ഔട്ട നക്ഷത്രത്തിൽ ജനിച്ചവർ ഈ വർഷം ദാമ്പത്യത്തിന് അസ്വാരസ്യങ്ങൾ ഉണ്ടാവാതെ നോക്കേണ്ടതാണ്. അവരവരുടെ ആചാരപ്രകാരമുള്ള വഴിപാടുകളൊക്കെ നടത്തുക. ഭഗവതി ക്ഷേത്രത്തിൽ ഐകമത്യ മന്ത്രം കൊണ്ട് പുഷ്പാഞ്ജലി വെള്ളിയാഴ്ചകളിൽ നടത്തുക. ശിവക്ഷേത്രത്തിൽ ജലധാരയും കദളിപ്പഴ നിവേദ്യമൊക്കെ ഞായറാഴ്ചകളിൽ നടത്തുക. ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് വളരെ ഗുണകരമാണ്. എന്തായാലും എല്ലാ കാര്യങ്ങളും ഇരുവരും പരിഗണിച്ചുകൊണ്ടും മനസ്സിലാക്കിക്കൊണ്ടുള്ള സമീപനം സ്വീകരിക്കുന്ന പക്ഷം എല്ലാ വിധത്തിലുള്ള അനിഷ്ടങ്ങളെയും അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാൻ ഇടയുണ്ട്. നമസ്കാരം.